അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫൈസിന ബിറുദല്ലാ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നിത്യജീവിതത്തിൽ നമുക്കെല്ലാവർക്കും വലിയ ഉപകാരപ്പെടുന്ന 7 ദിക്റുകളാണ് പറയുന്നത്. ഈ ദിക്റുകൾ ചൊല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വലിയ റാഹത്തുണ്ടാകും. ചൊല്ലാൻ തന്നെ വലിയ ഒരു രസമുള്ള ദിക്റാണ് ഇത്. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലേണ്ടത് വെറും 7 ദിവസമാണ്. ഒരു ദിവസം 100 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. ചൊല്ലിയാൽ നമുക്ക് 100-ൽ കൂടുതൽ ചൊല്ലാൻ തോന്നും. അത്രക്കും വലിയ ചൊല്ലാൻ തന്നെ താല്പര്യം കൂടുന്ന നമ്മുടെ മനസ്സ് തന്നെ വലിയ സന്തോഷം വരുന്ന ഒരു ദിക്റുകളാണിത്. ഈ ദിക്ർ നമുക്ക് ഏത് ദിവസവും ചൊല്ലി തുടങ്ങാം. എന്നാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലി തുടങ്ങുന്നതാണ്. ഇത് ചൊല്ലേണ്ട സമയം ഒന്നുകിൽ സുബ്ഹി സമയത്തോ എന്ന് പറഞ്ഞാൽ സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ചൊല്ലുക, അല്ലെങ്കിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചൊല്ലുക. ഏറ്റവും നല്ലത് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചൊല്ലുന്നതാണ്. ഇത് ചൊല്ലേണ്ടത് 7 ദിവസമാണ്. അതായത് നമ്മൾ വെള്ളിയാഴ്ച ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച വരെ നമ്മൾ ചൊല്ലിയാൽ മതി. വെള്ളിയാഴ്ച ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ചൊല്ലി തുടങ്ങിയാൽ വ്യാഴാഴ്ച ഇശാ മഗ്രിബ് വരെ ചൊല്ലിയാൽ മതി. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട 99 നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാലോ, ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമ്മുടെ ദുആക്ക് ഇജാബത്ത്. നമുക്കൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങളാണ് നമ്മുടെ ലൈഫിൽ നടന്നു കിട്ടാനുള്ളത്. ഈ ക്ലാസ് കേൾക്കുന്ന എത്ര ഉമ്മമാരുണ്ടാകും, ഉപ്പമാരുണ്ടാകും, സഹോദരന്മാർ, കുട്ടികൾ, അവർക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും. ചില കാര്യങ്ങൾ അവരുടെ മനസ്സിലുണ്ടാകും, അതൊരിക്കലും നടക്കില്ല എന്ന് ഉറപ്പിച്ച ചില കാര്യങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ചിലരുടെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ അത് നടത്തി കൊടുക്കും. എന്നാൽ ചിലരോ എന്ത് തന്നെ ചൊല്ലിയിട്ടും പറഞ്ഞിട്ടും ചെയ്ത് കൂട്ടിയിട്ടും ഒന്നും തന്നെ അവരുടെ കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും ചെയ്യും. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന സൂറത്തുകളും ദിക്റുകളും സ്വലാത്തുകളുമൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് കണ്ണീരോടുകൂടി ദുആ ചെയ്യുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും എളുപ്പത്തിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്റിൻ്റെയും ബറക്കത്ത് കൊണ്ട് അള്ളാഹു എളുപ്പത്തിൽ നിറവേറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഉദ്ദേശം, നല്ല ഹലാലായ ഉദ്ദേശങ്ങൾ അത് നിറവേറിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം ചെയ്താൽ ഇൻഷാ അല്ലാഹ് 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിറവേറി കിട്ടുന്നതാണ്. നല്ല ആത്മാർത്ഥതയോടുകൂടിയും നല്ല വിശ്വാസത്തോടുകൂടിയും നല്ല ഇഖ്ലാസോടുകൂടിയും നിങ്ങൾ ചൊല്ലണം. എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അല്ലാതെ ആർക്കോ വേണ്ടിയിട്ട് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതി നിങ്ങൾ ചൊല്ലി ദുആ ചെയ്തിട്ട് വെറുതെയാണ്, ആ സമയം വെറുതെ കളയുകയാണ്. നല്ല ആത്മാർത്ഥതയോടുകൂടി ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പടച്ച റബ്ബ് എൻ്റെ മുറാദ്, എൻ്റെ ആഗ്രഹം എനിക്ക് നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ആ ഉദ്ദേശം നടന്ന് കിട്ടിയിരിക്കും. കാരണം ഈ മാസവും അതുപോലെ അത്രക്കും വലിയ മഹത്വമുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ സ്ത്രീകളൊക്കെ കരുതുന്നുണ്ടാകും അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് ചൊല്ലാൻ പറ്റുമോ എന്ന്. ഒരുപാട് ആളുകൾ കമൻറ്റിലൊക്കെ ചോദിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്ക് അശുദ്ധിയുള്ള സമയത്ത്, മെൻസസ് ഉള്ള സമയത്തും നിങ്ങൾക്ക് ഇത് ചൊല്ലാവുന്നതാണ്. അതിന് യാതൊരു കുഴപ്പവുമില്ല. ഞാൻ ഇനി പറയുന്ന ദിക്റുകൾ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് ചൊല്ലേണ്ട എണ്ണവും എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു വെള്ള പേപ്പറിലേക്ക് അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. ഒന്നാമത്തെ ഇസ്മ്
യാ റഹ്മാനു യാ റഹീം, യാ റഹ്മാനു യാ റഹീം. ഈ ഇസ്മ നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക. ഈ ഇസ്മ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് ചൊല്ലി തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലോ 100 പ്രാവശ്യം ഈ ദിക്ർ, ഈ ഇസ്മ ചൊല്ലി തുടങ്ങുക. വെള്ളിയാഴ്ചയാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിവസം. അല്ലാത്ത ദിവസങ്ങളിലും നിങ്ങൾക്ക് ചൊല്ലി തുടങ്ങാവുന്നതാണ്. ഇവിടെ ഞാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലി തുടങ്ങിയതായിട്ടാണ് കാണിച്ചത്. അതുകൊണ്ട് ശനിയാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ട ദിക്ർ ഇതാണ്. യാ വാഹിദു യാ അഹദു. ഈ ഇസ്മ 100 പ്രാവശ്യം നമ്മൾ ശനിയാഴ്ച ചൊല്ലുക. ഇനി ഞായറാഴ്ച ദിവസം ചൊല്ലേണ്ടത് യാ സമദു യാ ഫർദു, യാ സമദു യാ ഫർദു. ഈ ദിക്റും നമ്മൾ 100 പ്രാവശ്യം ചൊല്ലുക. ഈ ദിക്റുകളൊക്കെ നിങ്ങൾ ചൊല്ലുമ്പോൾ നല്ല ഇഖ്ലാസോടുകൂടി ചൊല്ലണം, അക്ഷരതെറ്റില്ലാതെ. യാ സമദു യാ ഫർദു. മലയാളത്തിൽ പറയുകയാണെങ്കിൽ യാ സമദു എന്നാണ്. യാ സമദു സോതാണ്. അപ്പോൾ യാ സമദു യാ ഫർദു. അങ്ങനെ ഞാൻ മലയാളത്തിൽ ഇവിടെ എഴുതിയത് വായിച്ചാൽ യാ സമദു എന്നാണ്. യാ സമദു എന്നല്ല, യാ സമദു. നമ്മൾ അറബി അക്ഷരത്തിൽ തന്നെ പറയണം, എന്നാലേ അത് ശരിയാകുള്ളൂ, അതിന് ഫലം കിട്ടുകയുള്ളൂ. മാത്രമല്ല നല്ല ഇഖ്ലാസോടു കൂടി നിങ്ങൾ പറയുകയും വേണം. ഇനി തിങ്കളാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ട ദിക്റാണ് യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ഇസ്മ 100 പ്രാവശ്യം തിങ്കളാഴ്ച ദിവസം ചൊല്ലുക. ഇനി ചൊവ്വാഴ്ച ദിവസം ചൊല്ലേണ്ടത് യാ ഹന്നാനു യാ മന്നാൻ, യാ ഹന്നാനു യാ മന്നാൻ. ഈ ദിക്റും നിങ്ങൾ 100 പ്രാവശ്യം ചൊവ്വാഴ്ച ദിവസം ചൊല്ലുക. ഇനി ബുധനാഴ്ച ദിവസം ചൊല്ലേണ്ട ദിക്ർ യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം. ഈ ഇസ്മ 100 പ്രാവശ്യം നിങ്ങൾ ബുധനാഴ്ച ദിവസം ചൊല്ലുക. ഇത് ചൊല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യാദൽ എന്നല്ല, യാദൽ, ദാലാണ്, ദാല്. യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നമ്മൾ തെറ്റോടുകൂടി ഇത് ചൊല്ലിയിട്ട് ഒരു ഫലവുമില്ല. ആ സമയം വെറുതെയാകുക എന്നല്ലാതെ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നല്ല തജ്വീദോടുകൂടി തെറ്റില്ലാതെ ചൊല്ലുക കേട്ടോ. ഇനി അവസാനത്തെ ദിവസമായ 7ാമത്തെ ദിവസം ചൊല്ലേണ്ട, അതായത് വ്യാഴാഴ്ച ദിവസം നമ്മൾ ചൊല്ലേണ്ടത് ഈ ദിക്റാണ്. യാ അല്ലാഹു യാ ഹുവ, യാ അല്ലാഹു യാ ഹുവ. ഈ ദിക്റും നമ്മൾ 100 പ്രാവശ്യം ചൊല്ലുക. യാ അല്ലാഹു യാ ഹുവ, യാ അല്ലാഹു യാ ഹുവ, യാ അല്ലാഹു യാ ഹുവ. എന്നിങ്ങനെ 100 പ്രാവശ്യം ഈ ഇസ്മ ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. ഇങ്ങനെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞു തന്ന 7 ദിക്റും 7 ദിവസം വെച്ച് നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എത്ര വലിയ ഹലാലായ മുറാദുകളാണെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും. സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മളുടെ മനസ്സ് എവിടെയാണെങ്കിലും നമ്മുടെ സ്വലാത്ത് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കും. എന്നാൽ ദിക്ർ അതുപോലെയല്ല. ദിക്ർ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ മനസ്സ് അല്ലാഹുവിൽ തന്നെയായിരിക്കണം. നമ്മുടെ എന്ത് ഉദ്ദേശമാണ് നമുക്ക് നിറവേറിക്കിട്ടേണ്ടത് അത് നമ്മൾ മനസ്സിൽ കരുതി നല്ല ഇഖ്ലാസോടു കൂടി അല്ലാഹുവിൽ മാത്രം ചിന്തിച്ച് മറ്റൊരു ചിന്തയിലേക്കും നമ്മുടെ ചിന്ത പോകാതെ നമ്മൾ ഈ ഇസ്മ, ഈ ദിക്റുകൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ 7 ദിവസം ചൊല്ലി നോക്കൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഉറപ്പ് തരികയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ഹലാലായ മുറാദുകൾ നിങ്ങൾക്ക് ഖൈറാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല മിന്നൽ വേഗത്തിൽ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അതായത് 7 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടുകൊണ്ടിരിക്കും, കാണിച്ചു തരും അല്ലാഹു സുബ്ഹാനഹു തആല. അത്രക്കും വലിയ മഹത്വമുള്ള ഇസ്മുകളാണ്, രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ.
ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് ആളുകൾ, ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും അത് കേൾക്കുമ്പോൾ തന്നെ, ആ കമൻ്റൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിൽ വെള്ളം വരും. അത്രക്കും പ്രയാസത്തിലാണ് പല ആളുകളും. അള്ളാഹുവേ, ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ടും ആ കമൻ്റ് എഴുതിയവരുടെയും ഞങ്ങളുടെയും എല്ലാ പ്രയാസങ്ങളും നീ തീർത്തു തരണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങളെല്ലാവരെയും നീ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വേണ്ടാത്ത സംസാരങ്ങളൊന്നും സംസാരിക്കാതെ, ഈബത്ത് നമീമത്തൊന്നും പറയാതെ ഞാൻ ഈ പറഞ്ഞു തന്ന ദിക്ർ നിങ്ങൾ പറഞ്ഞു തന്നതുപോലെ ചൊല്ലുക. അമിതമായി വെറുതെ ഒരു കാര്യവുമില്ലാതെ സംസാരിക്കുന്ന ആളുകൾക്ക് എന്നും അവർക്ക് വലിയ പ്രയാസമായിരിക്കും, വലിയ ആഫത്തിലേക്കായിരിക്കും അവർ എത്തിച്ചേരുക. മാത്രമല്ല അവർക്ക് ബറക്കത്തും ഉണ്ടാകില്ല. നിങ്ങൾ തന്നെ സമൂഹത്തിൽ നോക്കൂ, നല്ല സ്റ്റാൻഡേർഡുള്ള ലൈഫിൽ വിജയിച്ച ആളുകളൊന്നും അമിതമായിട്ട് വേണ്ടാതെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കില്ല. അവർ ആവശ്യത്തിന് സംസാരിക്കുള്ളൂ. അമിതമായിട്ട് സംസാരിക്കുന്നത് അധികവും ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവരാണ്. അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. അവർക്ക് ബറക്കത്ത് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. ആവശ്യത്തിന് സംസാരിക്കുക, ഇതുപോലെ ദിക്റുകൾ ചൊല്ലുക, അള്ളാഹുവിന് വേണ്ടിയിട്ട് ധാരാളം ഇബാദത്ത് എടുക്കുക, നമ്മുടെ ജോലികൾ നമ്മൾ കറക്റ്റിന് അത് ചെയ്തു തീർക്കുക. എന്നാൽ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു സമാധാനം ലഭിക്കും, ജീവിക്കാൻ തന്നെ നല്ല റാഹത്തായിരിക്കും. അപ്പോൾ ഞാൻ ഇനി അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യം ലൈഫിൽ ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ പഠിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. അത് നമുക്ക് ജീവിതത്തിൽ പകർത്താനും അത് മുഖേന ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയം ഉണ്ടാകുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.